ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊരിച്ച പത്തിരിയും പിന്നെ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് ബീഫ് കറി വെക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മസാല ഇത്രയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മസാല എല്ലാം നല്ലതുപോലെ ഒന്നിച്ചിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി, പച്ചമുളക്, തക്കാളിപ്പഴം, കൊച്ചുള്ളി, സവാള ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബീഫ് കറിക്കായിട്ടാണ് ഇത് ഇത്രയും എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പം അടുപ്പിലോട്ട് ഉള്ളി വഴറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നമുക്കിനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ചൂടായി കഴിഞ്ഞ് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്നതെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. അത് വഴറ്റിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇറച്ചി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി വഴറ്റിയിട്ട് നമ്മൾ ഇറച്ചി തട്ടി വേവിച്ചിട്ട് വേണം പിന്നെ ഈ ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ കറി അടുക്കി പിടിക്കും. നമ്മൾ കുക്കറിലല്ല വെക്കുന്നത്. കുക്കറിൽ വെക്കുന്ന ഇറച്ചിക്കറി അത്ര അങ്ങോട്ട് പോരാ. അതുകൊണ്ട് പാത്രത്തിൽ വെക്കുന്നത്. ഓരോരുത്തർക്ക് ഉള്ളി ഒരുവിധം വഴണ്ട് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കരിയാപ്പിലയും ഇട്ട് കൊടുക്കാം. മാറ്റി വെക്കാം. ഇഞ്ചി, ഉള്ളി നല്ലപോലെ മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിൻ്റെ അനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സ്പൂണിന് 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകും നമുക്ക് ആവശ്യത്തിന് എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കരിയടി കാണിക്കണ്ടായി. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇറച്ചി നല്ലപോലെ വേണം. ഞങ്ങൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഈ ഇറച്ചിക്കറി വെക്കുന്നത്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്കിത് കുറേ വേവുണ്ടല്ലോ. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. ഒരു പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങ, കൊച്ചുള്ളി, പെരുംജീരകം ഇത്രയും അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് നല്ലപോലെ തയ്യാറാക്കാം. നമുക്ക് തീ കത്തിച്ച് കൊടുത്ത് ഇത്
ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. ാക്കി ഇപ്പം എണ്ണ തിളച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി പൊരിച്ചെടുക്കണം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി റെഡിയായില്ല. അതൊരു അല്പസമയം കൂടെ കഴിഞ്ഞ് അത് റെഡിയാകും. അന്നേരം നമുക്ക് അത് കാണും. നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളിയിട്ട് നല്ലപോലെ വേണം ഒന്ന് വേവിച്ച് കൊടുക്കണം. നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട്. നമുക്ക് അടച്ച് നല്ലോണം ഒന്ന് ഉള്ളിയൊക്കെ വെന്ത് പെരളാൻ വേണ്ടി വെക്കണം. ബീഫ് കറി നല്ലോണം ഉള്ളിയൊക്കെ വെന്ത് നല്ലോണം പെരണ്ടിട്ടുണ്ട്. നമ്മളൊത്തിരി വറ്റിച്ചുമല്ല വെച്ചത്. നമുക്കൊരിച്ചിരി കുറച്ച് ചാറോടുകൂടി പത്തിരി തിന്നാൻ വേണ്ടിയിട്ട് നമ്മളിച്ചിരി ചാറായിട്ട് വെച്ചതാണ്. നമ്മുടെ പൊരിച്ച പത്തിരി അതാണ്ട് നല്ല മയത്തോടു കൂടി നമ്മൾ മാവ് നല്ലപോലെ മയമായിട്ട് കുഴച്ച്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.